ബോണക്കട ബംഗ്ലാവിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണാത്തൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് ഡയറിയൻ സൂര്യ മറ്റേ നമ്മുടെ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് ടൈമിൽ ഏതൊരു തല ഇങ്ങനെ കോൺജറിങ് മൂവിയിൽ തൂങ്ങി മരിച്ചിട്ട് ബോണക്കട ബംഗ്ലാവിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണാത്തൊരു സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ട സ്ഥലം ഇതാണ്. നോക്കിയേ, ഒരു വഴി ഞാൻ പറഞ്ഞില്ല വണ്ടി വഴിക്ക് കുറച്ച് ഗായ്സ് ഉണ്ടായിരുന്നു, അവിടെ വന്യ ഉണ്ടായിരുന്നു. സോ ബൈക്ക് ഗായ്സാണ് ഇതാ നിൽക്കുന്നത്, കണ്ടോ? അവിടെ ഗായ്സ് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊള്ളാം, ബൈക്ക് കൊള്ളാം. സോ ഓക്കെ, കൊള്ളാം സ്ഥലം. എനിക്ക് തോന്നുന്നത് ആരെയും വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. നല്ല മരം, ഒരു ബോഡി തൂങ്ങി കിടക്കാനുള്ളൊരു രസമുള്ള ഒരു മരം, കൊള്ളാം. ഇതെന്ത് മരം എന്ന് ശരിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ വഴിയുണ്ട് കേട്ടോ. എനിക്കായിക്കൂടെ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല, തിരിച്ച് ബസ് കിട്ടൂല. ഞാൻ ഈ കാട്ടിൽ തന്നെ ജീവിക്കേണ്ടി വരും. അവിടെ നിന്ന് പോകണോ? ഞാൻ കാണാൻ പറ്റുന്ന നോക്കി, എന്താ ഉള്ളത് നോക്കി, അവിടെ നിന്ന് കാണാൻ പറ്റില്ല. എല്ലാവരും പോകാത്ത സ്ഥലം കൊണ്ട് എനിക്ക് പോകാനും തോന്നണം. ഓക്കെ, ലോഡ് ഷെയറിൻ്റെ അടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ നരബലി നടന്ന പറയണല്ലേ, അതുപോലെ നരബലി നടന്ന സ്ഥലം മതി. വടിയൊക്കെ കണ്ടിട്ട് എവിടാ കണ്ട, ഇങ്ങോട്ട് ഇറക്കവുമുണ്ട്. അത്രയ്ക്കും റിസ്ക് ഒന്നും ഞാൻ ഇപ്പോൾ എടുക്കാനുള്ള, കാരണം നമുക്ക് ഈ 1.5 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 1 മണിക്കൂറുണ്ട് ഈ 10 ഷൂട്ട് ചെയ്യണം. പറ്റാത്ത ഷൂട്ട് ചെയ്തിട്ട് വരാം. സോ ബോണക്കാട് ബംഗ്ലാവ് ബാ കാട്ടിത്തരാം. കോട നിറഞ്ഞിവിടെ. ഞാൻ വന്നേക്കുന്നത് പ്രേതത്തെ പിടിക്കാൻ. പക്ഷേ എനിക്ക് പോകണം 1 മിനിറ്റ്, ക്യാമറ അകത്ത് വെള്ളം. ഇവിടെയാണ് ഡയറിയൻ സൂര്യ മറ്റേ നമ്മുടെ ഇവിടെ നിൽക്കണം കേട്ടോ. ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് ടൈമിൽ ഏതൊരു തല ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോയത്. റിയലാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ മച്ചാൻ്റെ വീഡിയോ എല്ലാം റിയാലിറ്റി പുറപ്പറയാൻ പറ്റില്ല എനിക്ക്. ഇവിടെ ഇരുന്ന് പെൺകൊച്ചിൻ്റെ രൂപം നിന്ന് പറഞ്ഞവന്മാർ കാണിച്ചത് വീഡിയോയിൽ. വ്യൂ കാണാൻ പറ്റില്ല, ഭയങ്കര കോട കണ്ടാ, ഇത്രയും കൊള്ളാം. നല്ലൊരു ഹൊറർ എഫക്റ്റ് ഉണ്ട്. ഓ എന്താണത്? മറ്റേ മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് അതോടെ ഇടാം.